ഹായ്. അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോസ് ഇട്ടപ്പോഴും അതുപോലെ ഫോട്ടോസ് ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഒരു കാര്യമായിരുന്നു നമ്മുടെ ഇന്റിമേറ്റ് വെഡിങ്ങിന്റെ ടോട്ടൽ എത്ര കോസ്റ്റ് ആയി എന്നുള്ളത്. ഞാൻ എൻ്റെ ഇടയിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും ഒരുപാട് പേര് എടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ ആ ഒരു നമ്മുടെ വെഡിങ് ഡേക്ക് ആ ഒരു മന ഡെക്കോർ നമ്മുടെ കോസ്റ്റ്യൂം മേക്കപ്പ് എല്ലാം എത്ര കോസ്റ്റ് ആയി എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ അന്നത്തെ എക്സ്പെൻസ് ഈ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മന വെഡിങ്, നമ്മുടെ അന്നത്തെ ഇന്റിമേറ്റ് വെഡിങ് 6ാമത്തെ എക്സ്പെൻസ് ആണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അതാണ് എല്ലാവരും ചോദിക്കുന്നത്. അന്നത്തെ അത് എത്രയ്ക്ക് കുറെ ആൾക്കാരെ മൈൻഡിൽ വലിയ ബഡ്ജറ്റ് ആയിട്ട് ഉണ്ടാവും എന്നൊക്കെയാണ് എല്ലാവരും വിചാരം. അപ്പൊ ഞാനൊരു കറക്റ്റ് ആക്ച്വലി ബഡ്ജറ്റ് ആയിട്ടില്ല. ബഡ്ജറ്റ് ആയിട്ടുണ്ട്, ആയിട്ടില്ല, അത്രേ ആയിട്ടില്ല. ആക്ച്വലി നമ്മള് ആദ്യം നമ്മൾ വേറൊരു മനയാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടാണ്. കുറച്ച് പ്രശ്നം ക്യാൻസൽ ആയിട്ടാണ് ഈ മനയിലേക്ക് എത്തിയത്. ഈ മന നമ്മളുടെ ഫസ്റ്റ് ടൈം നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 50,000 ആണ്, 15,000 രൂപ വന്നാണ്. അങ്ങനെ നമ്മൾ 15,000 രൂപ കൊടുത്തു, ബുക്ക് ചെയ്ത് അങ്ങനെ പോയിട്ട്. പിന്നെ ഉണ്ട് ഒരു 2 days മുന്നേ ഇവന്റുകാര് വരുമല്ലോ, ഒരു ദിവസം മുന്നേ. അപ്പൊ ഇവന്റുകാര് വരുമ്പോ ഞാൻ ആളെ വിളിച്ചിരുന്നു തലേ ദിവസം വരുന്ന പറഞ്ഞപ്പോ തലേ ദിവസം വന്നാൽ റെഡി ആവില്ല, തലേ ദിവസം വരെ അങ്ങനെ സെപ്പറേറ്റ് ചാർജ് വേണം, അതിന് 15,000, 1 ഡേ ചാർജിന് 15,000 ആണ് പെട്ടെന്ന് പറയണത്. ഞാൻ ചോദിച്ചു നോർമലി ഇപ്പൊ ഡെക്കോർ തലേ ദിവസം ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജ് എങ്ങനെ ചോദിച്ചപ്പോ ഇല്ല, അത് പിന്നെ ആളിങ്ങനെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞു. ഞാൻ പിന്നെ ലാസ്റ്റ് ടൈം അല്ലേ, വെറുതെ അതിൽ വലിയ വർത്താനമാണെന്ന് വെച്ചാൽ ഞാൻ ഓക്കെ ഞാൻ എമൗണ്ട് കൊടുത്തു. അപ്പൊ മനക്കിരിക്കാൻ നമുക്ക് 30,000 രൂപ. 30,000 അല്ല, അതിലിപ്പോ അവിടെ 30,000 ആണ് മനയുടെ റെന്റ്. പിന്നെ അത് നമ്മൾ എക്സ്ട്രാ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ മുറ്റത്ത് കോലം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി നമ്മൾ മുറ്റത്ത് ചാണകം മെഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളായിട്ട് ഒരു 5,000 റുപ്പീസ് അതിന് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഒരു 35,000. അവിടെ ഒരു ചേട്ടനുണ്ട്, കുട്ടേട്ടൻ എന്ന് പറഞ്ഞ കാര്യസ്ഥനോട്. ആ ചേട്ടന് നമ്മൾ സ്നേഹത്തിന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. ഒരു 35,000 രൂപ 35,000 കണ്ടാൽ മതി മനയിലെ ബഡ്ജറ്റ്. അതിൽ നമുക്ക് എല്ലാം ഒരു തന്നെ ഇൻക്ലൂഡ് ആയിരുന്നു. അതിലെല്ലാ ക്ലീനിങ്ങും അതെല്ലാം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിരുന്നു. പിന്നെ നമ്മള് ഫുഡ് നമ്മൾ സദ്യ ടിപ്പിക്കൽ സദ്യ നമ്മള് 150 പേർക്കുള്ളതാണ് നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ഇലക്ക് 170 ഒരു 14 കൂട്ടാനുള്ള കറി. നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനായിരുന്നു, നല്ല ആള് മോഹൻ എന്നായിരുന്നു പറഞ്ഞിട്ട്. അപ്പൊ 170 രൂപയാണ് ഒരു ഇലക്കായത്. അപ്പൊ അതൊരു ഓൾമോസ്റ്റ് ഒരു 25,500 റുപ്പീസ് ആണ്. അതെ, 25,500 രൂപയാണ് എനിക്ക് ഫുഡിനായിട്ടുള്ളത്. പിന്നെ നമ്മളൊരു വെൽക്കം ഡ്രിങ്ക് നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ കാറ്ററിംഗ് അല്ല, നമ്മൾ സെപ്പറേറ്റ് ഏൽപ്പിക്കുക ചെയ്തത്. ഒരു 2 തരം ഫ്രഷ് ജ്യൂസ്, അത് എല്ലാം കൂടിയിട്ട് ഒരു 4,000 ആയിട്ടുള്ളത് ഫ്രഷ് ജ്യൂസിന് സെപ്പറേറ്റ് ചെയ്തിട്ട്. അപ്പൊ അതങ്ങനെ 4,000. അപ്പൊ ഫുഡ് പറയുകയാണെങ്കിൽ മൊത്തത്തില് ഒരു ബിലോ 30K ആണ് ഫുഡിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഇവന്റ് കൊളാബായിരുന്നു. കൊളാബറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ മീൻസ് എന്ന് പറയാ ഫ്രീ കൊളാബറേഷൻ ആയിരുന്നു. അപ്പോ ഇവന്റ് ജസ്റ്റ് ഞാൻ ചോദിച്ചു, ചേട്ടാ ഏകദേശം നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര ബഡ്ജറ്റ് വരെ എസ്റ്റിമേറ്റ് ഇട്ടാണ് ചോദിച്ചപ്പോൾ അവരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും അറിയാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആളുടെ അടുത്തൊരു 1 lakh പ്ലസ് ആവുന്ന പറഞ്ഞിരുന്നത്. ഞാനിപ്പോ ഒരു 1 lakh ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. 1 lakh പ്ലസ് തന്നെ 1 lakhന്റെ അടുത്ത് തന്നെയാണ് ആവുമെന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത് ഒരു 1 lakh ഇതാക്കി നമുക്ക് എന്താ പറയാ കൊളാബറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലിപ്പോ ഇവന്റൊക്കെ തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആവും. ചിലവർക്ക് നന്നാക്കി ഇടുന്നുണ്ടാവും, ഭയങ്കരമായിട്ടുണ്ടാവും. ഞാൻ മിനിമൽ എനിക്ക് മനയിലത്തെ ബ്യൂട്ടി നശിപ്പിക്കേണ്ടതായിരുന്നു. അവിടുത്തെ മിനിമൽ ഡെക്കോറേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കതൊരു 1 lakh ആണ് നമ്മളിപ്പോ 1 lakh നമ്മൾ ഇട്ടിട്ടുള്ളത്. അതെ. പിന്നെ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് ഞാൻ നമ്മളെ ടീമാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ശരിക്ക് ഇപ്പൊ നമ്മളിപ്പോ ചെയ്താൽ നമ്മൾക്ക് എക്സ്പെൻസ് അത്ര ആയിട്ടില്ല. പക്ഷെ നമ്മളൊരു എന്താ പറയാ 1 ഡേ ചാർജ് ഒരു 1.5 ആണ്. 1,05,000 രൂപയാണ് നമ്മള് 1,50,000 രൂപയാണ് നമ്മള് വെഡിങ്ങിന് ചാർജ് ചെയ്യണത്. അതില് നമ്മൾക്ക് 2 ഫോട്ടോ 2 വീഡിയോ, ട്രഡീഷണൽ പ്ലസ് കാനഡ. നമ്മള് വെഡിങ് അങ്ങനെ ട്രഡീഷണൽ ആയിട്ട് കാനഡ ആയിട്ട് എടുക്കുന്ന പറഞ്ഞൊന്നുമില്ല. ഓരോ ഫ്രീഡം കൊടുത്തു, നിങ്ങൾക്ക് എന്താണോ എടുക്കണത് നിങ്ങൾ എടുക്കാൻ മതി രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ശരിക്കും ആക്ച്വലി അത്ര 4 എക്സ്പെൻസ് ആണ് ശരിക്കും മെയിൻ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. മന, അതുപോലെ ഫുഡ്, പിന്നെ ഇവന്റ്, ഫോട്ടോഗ്രാഫി. നമുക്കത് ഓൾമോസ്റ്റ് ഇപ്പൊ നമുക്ക് കൊളാബറേഷൻ ഞാൻ ജസ്റ്റ് എസ്റ്റിമേറ്റ് പോലെ ഇട്ടിട്ടുണ്ട്. ഒരു 3,40,000 ഒരു 3.5 അടിയിലായിട്ടുള്ളൂ നമുക്ക് ബഡ്ജറ്റ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 2 പരിപാടി ഞങ്ങൾക്ക് വെഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു. ഈ 2 പരിപാടിയും ബ്രൈഡ് സൈഡും ഗ്രൂം സൈഡും 50-50 ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 2 പരിപാടി നമ്മൾ ഇത് ഇന്റിമേറ്റ് നടത്തിയ കാരണം നമ്മൾക്ക് മറ്റേ പരിപാടി നമ്മൾ വലുതാക്കി ചെയ്തു. അത് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അത് ഭയങ്കര നല്ലതാണല്ലേ വെഡിങ് ആൾ ചെയ്യുമ്പോൾ. ഞാൻ ഒരു 3.5 എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഹാഫ് ഷെയർ ചെയ്താൽ മതി.
3 ലാഖിന്റെ എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും 2 ലാഖിന്റെ ഒക്കെ വന്നിട്ടുള്ളൂ. ഞാൻ എസ്റ്റിമേറ്റ് കാരണം 2 ലാഖ് ഇടുമ്പോൾ നമ്മളൊരു ഞാനും രേവതിയും കൂട്ടി ഒരു 1 ലാഖിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഇത് ചാർജ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്യുമ്പോ ഒരു എന്താ പറയാ ഒരു 1.5ന്റെ അടുത്തൊക്കെ ഓരോരുത്തർക്ക് വരും. പിന്നെ നമ്മളുടെ പേഴ്സണൽ എന്റെ കുർത്തയ്ക്ക് 12,000 അത് മൊത്തം കസ്റ്റമൈസ് ചെയ്ത 12,000 12,000 ആണ് ആയത്. പിന്നെ 3,000 രൂപ മുണ്ട് അതെല്ലാം കൂടി എന്റെ ഷാളും ബാക്കിയെല്ലാം കൂടി എനിക്കൊരു 15,000 രൂപയ്ക്ക് 50,000 ഉള്ള എന്റെ അത് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സാരി മൊത്തം, അതായത് സാരി വാങ്ങിയതും സാരിമ വർക്ക് ചെയ്തതും പ്ലസ് ബ്ലൗസ് വർക്ക് ചെയ്തതും ബ്ലൗസ് സ്റ്റിച്ചിങ്ങും എല്ലാം കൂടിയിട്ട് എനിക്ക് 25,000 ആണ് ആയത്. സാരി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി മുന്നത്തതിൽ, ഞാൻ സാരി ഭയങ്കര ബഡ്ജറ്റ് കുറഞ്ഞിട്ടാണ് വാങ്ങിയത്. ബിലോ 10,000 അറൌണ്ട് 10,000 ആണ് സാരിക്കായത്. ബാക്കി വർക്ക് ചെയ്യാനും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും കൂടിയിട്ട് ഞാൻ കൊടുത്ത് 16, അങ്ങനെ ഒരു 25,000 ആണ് സാരിയുടെ ബഡ്ജറ്റ്. പിന്നെ എനിക്ക് വന്ന ഒരു മെയിൻ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ മേക്കപ്പ് അന്നത്തെ സിംഗിൾ ഡേക്ക് ഞാൻ അവർ ചാർജ് ചെയ്തത് 45K ആയിരുന്നു, 45,000 ആയിരുന്നു. പ്ലസ് പിന്നെ എൻ്റെ ഡ്രേപ്പിസ്റ്റ് ഞാൻ സെപ്പറേറ്റ് കൊടുക്കുക ചെയ്തത്. ദിബിനാണ് ഡ്രേപ്പ് ചെയ്തത്. അപ്പൊ ദിബിൻ ആക്ച്വലി ഞങ്ങൾക്ക് ദിബിനെ അറിയാം, പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് അവൻ ലൈക്ക് 7,000 ആണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ചാർജ് ആക്ച്വലി അതല്ല, വിവേക് ചെയ്തോട്ടെ പറഞ്ഞിട്ടാണ് ഡിബിന്റെ നമുക്ക് അറിയാൻ പേഴ്സണൽ നമ്മളെ കുറച്ച് ഷൂട്ടിനും ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ, അവൻ അത്യാവശ്യം ഫേമസ് ആണ് എല്ലാവരും വിധം. അവന്റെ എന്തോ അന്നത്തെ വീഡിയോ എന്താ എററായിട്ടാണ് അവന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അത് വിളിച്ച് വിഷമമൊക്കെ പറഞ്ഞു. അപ്പൊ ഡിബിന്റെ ചാർജ് 7,000 അല്ല കേട്ടോ, 7,000 ആണ് എഴുതിയിട്ടുള്ളത്. ചാർജ് അറിയില്ല അവന്റെ. പിന്നെ എന്റെ ഓർണമെന്റ്സ് ഞാൻ തൃശ്ശൂർ ഗോൾഡൻ കപ്പിൽ നിന്നാണ് വാങ്ങിയത്, റെന്റിലായിരുന്നു. അത് മൊത്തം ആ ഒരു സെറ്റിന് ഞാൻ കൊടുത്ത റെന്റ് 10,000 ആണ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 1,20,000 ആണ് ശരിക്കും അതിന് വരുന്നത്. ഞങ്ങളുടെ കോസ്റ്റ്യൂമും മേക്കപ്പും, പിന്നെ മിലന്റെ മേക്കപ്പ് കൊളാബ് ആയിരുന്നു, അപ്പൊ അതിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. അജുവിന്റെ കോസ്റ്റ് കറക്റ്റ് എനിക്ക് അറിയില്ല, 15,000 പ്ലസ് ഒക്കെ. അത് ഓരോ പാക്കേജ് വൈസ് ആണ്. അതെനിക്ക് ഫ്രീ കൊളാബറേഷൻ ആയിരുന്നു. അത് കാരണം അങ്ങനെ നോക്കിയാൽ ഒരു 1,20,000 ഒരു ബഡ്ജറ്റിന് വരുള്ളൂ. കോസ്റ്റ്യൂമും മേക്കപ്പും ചാർജ് ആയത്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവന്റ്, ഫുഡ്, മെയിൻ കാര്യങ്ങൾ, ഡെക്കോറ്, ഫോട്ടോഗ്രാഫി പ്ലസ് കോസ്റ്റ്യൂം, മേക്കപ്പ് എല്ലാം കൂടെ ഒരു 5 lakh എസ്റ്റിമേറ്റഡ്. അതെ, കറക്റ്റ് 5 lakh അത് ഓരോരുത്തരും പറഞ്ഞില്ല, ഓരോരുത്തർക്ക് അങ്ങോട്ട് കറക്റ്റ് ഒരു ഐഡിയ പറഞ്ഞു. അപ്പോ 5 lakh എങ്ങനെ നോക്കിയാലും നടത്തി കഴിഞ്ഞാൽ 5 lakh തന്നെ വരുള്ളൂ. 5 lakh നമുക്ക് 5 lakh ആയിട്ടില്ല, അതുണ്ടല്ലോ വരുള്ളൂ. 5 lakh എന്ന് പറയാനും ഞാൻ 2.5ഉം രേവതി അങ്ങനെ രണ്ടുപേരും 2.5 ഇട്ടിട്ടാണ് ചെയ്തത്. അങ്ങനെ രണ്ടുപേരോടും ഈക്വൽ ഷെയർ ആണ്. അപ്പൊ ഈ മലയാളത്തെ പരിപാടിക്ക് നമുക്ക് അത്രേ ബഡ്ജറ്റ് ആയിട്ടുള്ളൂ. കാരണം ഇങ്ങനെ ഈ ചെയ്ത കാരണം രണ്ടുപേരും അങ്ങനെ ചെയ്യണത് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾക്ക് എനിക്കും തോന്നി ഇതിപ്പോ നോർമലി ഇപ്പൊ ഒരു വെഡിങ് ഡേ എന്ന് പറയുമ്പോൾ ഒരു 1,000-1,500 പരിപാടി നടത്തുക. അത് ബ്രൈറ്റ് സൈഡ് മൊത്തമായിട്ട് പരിപാടി നോക്കുമ്പോൾ റിസപ്ഷൻ ഒരു 1,000 പേരെ പരിപാടി ഗ്രൂംസ് ആക്കും. അപ്പൊ തന്നെ എത്ര ബഡ്ജറ്റ് ആവും. അപ്പൊ ഇങ്ങനെ ചെയ്ത കാരണമാണ് നമുക്ക് ഈ ബഡ്ജറ്റിൽ നിന്നത്. അപ്പൊ നമ്മളുടെ ഫുഡ്, ഇവന്റ്, ഫോട്ടോഗ്രാഫി എല്ലാം കൊണ്ട് ഒരു 3.5 ലാഖിന്റെ അടിയിലും, പിന്നെ നമ്മളുടെ ബാക്കി ഡ്രസ്സും ജ്വല്ലറി കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഒരു 1,20,000 ഉള്ളിലാണ് നിന്നിട്ടുള്ളത്. ടോട്ടൽ ബഡ്ജറ്റ് ഇതുപോലെ ഒരു 5 ലാഖിന്റെ അണ്ടറിലാണെങ്കിൽ ഞങ്ങളുടെ വെഡിങ്ങിന് എത്ര ആയിട്ടുള്ളത്. അത് പിന്നെ ഓരോരുത്തർ ഐഡിയ ചെയ്യുമ്പോൾ അതേപോലെ വെന്യൂന് ഇൻഡിവിജ്വൽ വെഡിങ് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് വെന്യൂനാന്ന് തോന്നുന്നുണ്ട്. നമ്മളെ വെന്യൂന് ഇത്ര ആയിട്ടുള്ള ചാർജ്. സോ അപ്പൊ അത്ര തന്നെ ഈ വീഡിയോയിലുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം.